ഉത്സവങ്ങളുടെ സീസണായ ഈ സമയത്ത് ഒരു ഉത്സവാഘോഷം കാണാൻ പോയാലോ? എൻ്റെ നാട്ടിലെ പ്രശസ്തമായ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങളുടെ കാഴ്ചകളാണ് ഈ കാണുന്നത്. എല്ലാ വർഷവും മാർച്ച് 20, 21 ദിവസങ്ങളിലാണ് പ്രധാന ഉത്സവങ്ങൾ ആഘോഷിക്കപ്പെടാറ്. പരിസര പ്രദേശത്തെ ജനങ്ങൾ എല്ലാവരും ചേർന്ന് ഒരുമിച്ചാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾ നടത്തുന്നത്. ഇത്തവണ ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. പ്രതിഷ്ഠ നടത്തി 25-ാം വർഷമാണ് ഇത്തവണത്തെ ഉത്സവം. സ്ത്രീകളുടെ പൊങ്കാലയാണ് ഉത്സവ ദിനങ്ങളിലെ ഏറ്റവും പ്രധാന വഴിപാട്. പൊങ്കാല സമർപ്പിക്കുവാൻ വേണ്ടി മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുവാനുള്ള സൗകര്യം ക്ഷേത്ര കമ്മിറ്റി ഏർപ്പാടാക്കിയിരുന്നു. നിരവധി ആൾക്കാരാണ് പൊങ്കാല സമർപ്പണത്തിന് ക്ഷേത്രത്തിലെത്തിയത്. ഉത്സവ ദിനങ്ങളായ 2 ദിവസവും ഉച്ചയ്ക്കും രാത്രിയിലും അന്നദാനവും നടത്തപ്പെടുന്നുണ്ട്. ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി സർപ്പബലിയും നടത്തപ്പെട്ടു. ഇനി രാത്രിയിലെ കുറച്ച് കാഴ്ചകൾ കണ്ടാലോ? വിവിധതരം അലങ്കാര ബൾബുകളാൽ അമ്പലത്തിനു ചുറ്റും ഭംഗിയായി അലങ്കരിച്ചിരുന്നു. ആദ്യത്തെ ദിവസം രാത്രിയിൽ ചെറിയ രീതിയിൽ നടത്തിയ ആകാശവിസ്മയമാണ് ഈ കാണുന്നത്. ഇത്തവണ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ കച്ചവടക്കാർ എത്തിയിരുന്നു. ചെറിയ രീതിയിലുള്ള ഗെയിമുകളുമായി 1-2 പേരും ഉത്സവത്തിൻ്റെ മോടി കൂട്ടുവാൻ വേണ്ടി എത്തിയിരുന്നു. താലപ്പൊലി ഘോഷയാത്രയാണ് ഉത്സവത്തിൻ്റെ ഏറ്റവും പ്രധാന ആകർഷണം. ഇത്തവണയും താലപ്പൊലിയുടെ ഭംഗി കൂട്ടിയത് കാവടിയാട്ടക്കാർ തന്നെയാണ് കേട്ടോ. എത്ര ആവേശത്തോടുകൂടിയും മത്സരബുദ്ധിയോടുകൂടിയുമാണ് അവർ ഒരേ താളത്തിൽ ചുവട് വെക്കുന്നതെന്ന് കണ്ടോ. ഓരോ വർഷം ചെല്ലുന്തോറും കാവടി ഉണ്ടാക്കുന്നതിൻ്റെ ഭംഗി കൂടിക്കൂടി വരുന്നുണ്ട്. മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കൈകൊട്ടിക്കളിയും തിരുവാതിരകളിയുമായിരുന്നു അടുത്തതായി അരങ്ങേറിയത്. താലത്തിന് ശേഷം അടിപൊളി ഗാനമേളയും ഉത്സവത്തിൻ്റെ ഭാഗമായി നടത്തപ്പെട്ടു. ചെറിയൊരു നാട്ടിൻ പ്രദേശമായിരുന്നിട്ട് പോലും അത്യാവശ്യം നല്ല ആളുകൾ ഇത്തവണ ഗാനമേള കേൾക്കുവാൻ വേണ്ടി എത്തിയിരുന്നു. ഈ കാണുന്നവരിൽ പലരും ഈ ഉത്സവം അടിപൊളിയാക്കുവാൻ വേണ്ടി ഇതിൻ്റെ പിന്നിൽ പല രീതിയിലും പ്രവർത്തിച്ചവരാണ് കേട്ടോ. എല്ലാവരും ഗാനമേളയും ഉത്സവവും ഒക്കെ അടിച്ചു പൊളിക്കുകയാണ് കേട്ടോ. ഗാനമേളയോടുകൂടി ഇത്തവണത്തെ ഉത്സവാഘോഷ പരിപാടികൾക്ക് സമാപനമായി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.